അങ്ങനെ കുറച്ച് വയണയിലൊക്കെ പിച്ചി കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇപ്പം എന്താ ചിലർ ഇതിന് കുമ്പിളപ്പൂന്നും പറയാറുണ്ട് കേട്ടോ. ഞങ്ങൾ തിരളി എന്നാണ് പറയുക. അപ്പോൾ ശർക്കരയ്ക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസിലോട്ട് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ 2-3 ഏലയ്ക്ക തല്ലിപ്പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ജീവനോട് തന്നെ അതെടുത്ത് അതിനകത്ത് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഗോതമ്പ് മാവിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് മാവിലോട്ട് ശർക്കരയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് ഇളക്കാൻ വയ്യ, കൈ ചിലപ്പോൾ പൊള്ളി അതോടെ പണി മേടിച്ചാൽ പിന്നെ പഴവും കൂടെ ഒക്കെ അതിനകത്തോട്ട് കുത്തിയിട്ട് ഇളക്കി ഒരു പരുവാക്കി എടുത്ത് കേട്ടോ. എന്തായാലും മാവൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇല എടുത്തിട്ട് ചിലർ കുമ്പിളായിട്ട് ഉണ്ടാക്കില്ല. എനിക്ക് ഈ കുമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ വരാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ദാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. എന്തായാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ തേങ്ങ ഇടുന്നത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ തേങ്ങയൊക്കെ ഇടുക കേട്ടോ. എന്നിട്ട് ഇതിലിട്ട് നമ്മുടെ പാത്രമൊക്കെ അങ്ങോട്ട് വെച്ചു ആവിയൊക്കെ വന്നു തുടങ്ങി നമ്മൾ അതിനകത്തോട്ട് നിറച്ച് അങ്ങനെ സംഭവം റെഡിയായി കേട്ടോ. അതിനകത്ത് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു മണം വരും. എൻ്റെ പൊന്നു, ആ മണമാണ് ആ മണം, ആ ഇലയുടെ മണം. ഇതുകൊണ്ടാണ് ഇതിന് വയണ ഇലയെന്ന് പേര് വീണത്. എന്തായാലും സംഭവം സൂപ്പർ.